പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ബികോം പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് സെമസ്റ്ററിലുള്ള കോംപ്ലിമെൻ്ററി കോഴ്സ് പേപ്പറാണ് മാനേജീരിയൽ എക്കണോമിക്സ്. അതിലെ ഓരോ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ മൊഡ്യൂൾ വൈസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് വേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ ഏതൊക്കെയെന്ന് വീണ്ടും ചോദിക്കുന്നത് കൊണ്ട് മാത്രം ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഓരോ മൊഡ്യൂളിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫസ്റ്റ് മൊഡ്യൂളിൽ 10 മാർക്കിനാണ് ക്വസ്റ്റ്യനുകൾ വരിക എന്ന് സിലബസിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 10 മാർക്കിനായതുകൊണ്ട് തന്നെ 10 മാർക്ക് എന്നല്ല, ചിലപ്പോൾ 15 വരെയൊക്കെ എത്താം. നമുക്ക് കുറേ ചോയ്സ് ക്വസ്റ്റ്യനുകൾ എസ്സേ തന്നെ 4 ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ അതിൻ്റെ നേച്ചർ ആൻഡ് സ്കോപ്പ് വെച്ചിട്ടൊരു ക്വസ്റ്റ്യന് ഈ മൊഡ്യൂളിൽ നിന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. എക്കണോമിക് ടൂൾസ് ഓഫ് ബേസിക് എക്കണോമിക് ടൂൾസ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ദ റോൾ ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്. ഇതാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. എസ്സേ ടൈപ്പും ഷോർട്ട് എസ്സേ ടൈപ്പ് എന്ന് പറയുന്നത് 10 മാർക്കിൻ്റെത്, അതുപോലെ തന്നെ 5 മാർക്കിന്. അതിന് ഈ മൂന്നിൽ ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യനുകളായിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. പിന്നെ സെക്കൻഡ് മൊഡ്യൂൾ കൺസ്യൂമർ ബിഹേവിയറുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൽ ഒരു ക്വസ്റ്റ്യനായിട്ട് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി 5 മാർക്കിന് 10 മാർക്കിനുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ പറയുന്നത്. കൺസ്യൂമർ സർപ്ലസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡിഫറൻസ് കർവ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കൺസ്യൂമർ ഈക്വിലിബ്രിയം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ ഇക്സിയൻ ഡീകോമ്പോസിഷൻ ഓഫ് പ്രൈസ് എഫക്റ്റ് ഇൻ ടു സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ആണ് ഇൻകം എഫക്റ്റ്. കുറച്ചൊരു ടഫായിട്ടുള്ള ഒരു ഭാഗമാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഷുവറായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യനാണ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് മായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. ചിലപ്പോൾ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് അതിൻ്റെ ഡിഗ്രി ഒക്കെ വെച്ച് ചോദിക്കാം, അല്ലെങ്കിൽ മെഷർമെൻറ്റ് ഓഫ് വേരിയസ് ഇലാസ്റ്റിറ്റീസ് അത് മെഷർമെൻറ്റുകളും ചോദിക്കാം. ഇത് ഷുവറായിട്ട് നമുക്ക് പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. ഇനി നമ്മൾ തേർഡ് മൊഡ്യൂളിലേക്ക് കിടക്കുകയാണ്. തേർഡ് മൊഡ്യൂളിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതേണ്ടത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളി അല്ലെങ്കിൽ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, അതിലെ പ്രൈസ് ഡിറ്റർമിനേഷന് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ, പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യന് ഇതിലേതെങ്കിലും ഒന്ന് പെർഫെക്റ്റ് കോമ്പറ്റീഷനോ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ മറ്റൊരു ക്വസ്റ്റ്യന് ഈ മൊഡ്യൂളിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രതീക്ഷിക്കേണ്ട ഒന്നാണ്. അതേപോലെ കമ്പാരിസൺ ബിറ്റ്വീൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് മൊണോപ്പൊളി, അതും പ്രതീക്ഷിക്കാവുന്നതാണ്. അതേപോലെ തന്നെ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ ഷോർട്ട് ആൻസർ ആയിട്ടായിരിക്കും വരാൻ സാധ്യതയുള്ളത്. കിങ്ഡ് ഡിമാൻഡ് കർവ് മറ്റൊരു പ്രതീക്ഷിക്കേണ്ട ക്വസ്റ്റ്യനാണ്. പ്രൈസ് ലീഡർഷിപ്പ് മറ്റൊരു ക്വസ്റ്റ്യനാണ്. ഒളിഗോപ്പൊളിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. ഇതാണ് ഈ മൊഡ്യൂളിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനുകൾ. ഇനി വരുന്നത് മൊഡ്യൂൾ 4 വരുന്നത് ഇന്ത്യൻ എക്കോണമിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യനായിട്ട് ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്ത്യൻ എക്കോണമി എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതേപോലെ തന്നെ ഇഷ്യൂസ് ഇൻ ഇന്ത്യൻ എക്കോണമി, അതിലേതെങ്കിലും അൺഎംപ്ലോയ്മെൻറ്റ്, പോവർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യന് അതിലേതെങ്കിലുമൊക്കെ ആയിട്ട് ചോദിക്കാം. അതേപോലെ തന്നെ ഇതിൽ നിന്ന് നമ്മൾ മറ്റൊന്ന് പ്രതീക്ഷിക്കേണ്ടത് ഇന്ത്യൻ എക്കോണമിയും WTOയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ദ റോൾ ഓഫ് പാരലൽ എക്കോണമി ഒരു ക്വസ്റ്റ്യനായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇങ്ങനെയൊക്കെയാണ് ഈ മൊഡ്യൂളിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ക്വസ്റ്റ്യൻ. ഇനി ലാസ്റ്റ് മൊഡ്യൂൾ സ്ട്രക്ചർ ആൻഡ് ഡയറക്ഷൻ ഓഫ് ഇന്ത്യസ് ഫോറിൻ ട്രേഡുമായി ബന്ധപ്പെട്ട മൊഡ്യൂളാണ്. ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒന്ന് നമ്മൾ ഇതിൽ കേരള എക്കോണമിയും ബന്ധപ്പെട്ടൊരു മൊഡ്യൂളും കൂടിയാണ്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. എക്സ്ചേഞ്ച് റേറ്റ് പോളിസി പ്രതീക്ഷിക്കേണ്ടതാണ്. അതേപോലെ MNC ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കേണ്ടതാണ്. ഇനി ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഇൻ കേരള അതൊരു പ്രതീക്ഷിക്കണം. അതേപോലെ റോൾ ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഇൻ കേരള എക്കോണമി. ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രതീക്ഷിക്കേണ്ട ക്വസ്റ്റ്യനാണ്. 5 മാർക്കിൻ്റെതും 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഒന്നും കൂടി പറയാണ്. ഓക്കെ, താങ്ക് യു.